നമസ്കാരം. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഇടപ്പള്ളി തൃക്കാക്കര SB അക്കാദമിയിലെ വിദ്യാർത്ഥികളെ തൃക്കാക്കര MLA ഉമാ തോമസ് ഉപഹാരം നൽകി ആദരിച്ചു. ഞാൻ SB അക്കാദമിയിലെ ടീച്ചറാണ്. എൻ്റെ പേര് സെബീന. ഞാൻ ഏകദേശം ഇവിടെ ഈ നാട്ടിൽ 17 വർഷമായി കരിമക്കാട് വന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പം ഇന്ന് ഇവിടെ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയത് എൻ്റെ ഈ വർഷത്തെ +2 10ാം ക്ലാസ് കുട്ടികളുടെ അവാർഡ് ദാന ചടങ്ങുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്നിവിടെ കൂടിയത്. SB അക്കാദമി ഒട്ടനവധി വർഷങ്ങളായി SSLC +2 സ്റ്റേറ്റ് സിലബസിലും CBSE സിലബസിലും വിജയം കൈവരിച്ച ഉന്നത വിദ്യാർത്ഥികളെ ആദരിക്കുകയും അവരെ നാടിന് മുതൽക്കൂട്ടാക്കി മാറ്റുകയും വർഷങ്ങളായി ചെയ്തു വരുന്നൊരു സ്ഥാപനമാണ് SB അക്കാദമി തൃക്കാക്കര. എറണാകുളം ജില്ല ആസ്പദമാക്കിയാണ് സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. സബീന ട്യൂഷൻ സെൻറ്റർ എന്ന പേരിൽ സബീന മാഡം തുടങ്ങിയിട്ടുള്ള ഈ സ്ഥാപനം ഇന്ന് നാടിന് തന്നെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് അപർണ. ഞാൻ 6ാം ക്ലാസ്സിലാണ് വന്നത്. ഞങ്ങളുടെ നാട് തമിഴ്നാടാണ്. എനിക്ക് ഒട്ടും മലയാളം അറിയില്ല. എന്നെ മലയാളം പഠിപ്പിച്ചത് ഇത്രയാക്കി ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കണമെങ്കിൽ ഒറ്റൊരു കാരണം മിസ്സാണ്. ഞാൻ +2 10th നല്ല 80% മാർക്കൊക്കെ ഉണ്ടായി പാസ്സായതാണ്. ഇപ്പോൾ 12th കഴിഞ്ഞു. എനിക്ക് നല്ലൊരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആ കാരണം മിസ്സാണ്. എനിക്ക് സ്കൂളിൽ വലിയ അങ്ങനെ താല്പര്യങ്ങളൊന്നുമില്ല. സ്കൂളിൽ പോകണം അങ്ങനെയൊന്നുമില്ല. ഞാൻ എപ്പോഴും ട്യൂഷൻ ക്ലാസ്സിലാണ് ഉണ്ടാവുന്നത് കൂടുതൽ. എനിക്ക് അത്ര ഇഷ്ടമാണ് മിസ്സിനെ. ഞങ്ങളുടെ തമിഴ്നാട് അത്രയും ഞങ്ങളുടെ നാട്ടിൽ പോലും ഇത്രയും നല്ലൊരു മിസ്സിനെ കിട്ടിയിട്ടില്ല. ഇവിടെ വന്നിട്ടാണ് ഇവിടെ പഠിക്കണമെങ്കിൽ ഇവിടെ ഇത്രയും നിൽക്കണമെങ്കിൽ കാരണം മിസ്സാണ്. എനിക്ക് മിസ്സിനോട് പറയാനുള്ളത് ഏറ്റവും ഞാൻ എവിടെ എത്തിയാലും ഞാൻ മിസ്സിനെ മറക്കൂല. അവിടെ ആ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം മിസ്സാണ്. അപ്പം എന്നെ ഇത്രയും എത്തിച്ചതിന് ഏറ്റവും നന്ദി. നമസ്കാരം. ഞങ്ങൾ ഇന്നത്തെ പരിപാടി 17 വർഷമായിട്ട് ഞങ്ങൾ തുടങ്ങി വെച്ചൊരു സ്ഥാപനമാണ് SB അക്കാദമി. അത് 10th മുതൽ +1 +2 അതിൻ്റെ താഴെത്തായിട്ടുള്ള കുട്ടികൾക്ക് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അവാർഡ് ദാന ചടങ്ങ് പരിപാടിയായിരുന്നു. SB അക്കാദമി തൃക്കാക്കര എറണാകുളത്തിൻ്റെയും ബ്രൈറ്റ് ബ്ലൂ ട്രേഡിംഗ് കോർപ്പറേഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ SSLC +2 സ്റ്റേറ്റ് CBSE സിലബസിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിനികളെ ആദരിച്ചു. ബഹുമാനപ്പെട്ട തൃക്കാക്കര MLA ഉമാ തോമസ് അവർകൾ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. വിജയം നേടിയ എല്ലാ കുട്ടികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ട്യൂഷൻ സെന്ററിലെ ടീച്ചർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത്രയധികം കുട്ടികളെ ഈ സബീന ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ഏറ്റവും നല്ല മാർക്കോടുകൂടി വിജയിപ്പിക്കാനായിട്ട് ഒരു സംരംഭം നടത്തി ടീച്ചർ വിജയിച്ചു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കൂടുതൽ ഐശ്വര്യത്തോടെ കൂടുതൽ കുട്ടികളെ അടുത്ത തലമുറയെ വാർത്തെടുക്കുവാൻ ടീച്ചർക്കാവട്ടെ. ദൈവം അതിന് എല്ലാ അനുഗ്രഹവും നൽകട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്നെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഒരിക്കൽ കൂടി വിനീത നമസ്കാരം. SB അക്കാദമി പ്രിൻസിപ്പൽ ശ്രീമതി സബീന. ഞാൻ എൻ്റെ പാരൻസിനോട് പറയുന്ന ഒരു കാര്യം, ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന എന്റെ കുഞ്ഞുമക്കളെ, നിങ്ങളുടെ വിദ്യാഭ്യാസം തുടക്കത്തിലേക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മാത്രം എത്തിയിട്ടുള്ളൂ. ഇതൊന്നും ആയിട്ടില്ല. ഇത് നമ്മളെ അടുത്ത +1 +2 എന്തെടുത്ത് പഠിക്കണം, ഞാൻ എന്താവണം, ഞാൻ ആരാണ്, സയൻസ് എടുക്കണോ, കൊമേഴ്സ് ആണ് എടുക്കേണ്ടത്, അതിനുള്ള ഒരു ഇത് മാത്രമേ ആയിട്ടുള്ളൂ. ഒന്നും ആയിട്ടില്ല. എൻ്റെ മക്കൾ ഇനിയാണ് കഷ്ടപ്പെടേണ്ടത്. കഴിഞ്ഞ ദിവസം എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. ഇവിടെ 2 കൊല്ലം മുമ്പ് പഠിച്ചു പോയ കുട്ടിയുടെ അനിയത്തിയൊക്കെ കൊണ്ടുവന്നാക്കി. ഇപ്പൊ 9ാം ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നാക്കാൻ വേണ്ടി പാരന്റ് വന്നപ്പോ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ദൂരേക്ക് പോയത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് വരാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇവള് എവിടെയും ട്യൂഷൻ പോയിട്ടില്ല ഇതുവരെ. ഇവള് പറയുന്നു, ഞാൻ SB അക്കാദമി പഠിച്ചാൽ മാത്രമേ എനിക്ക് മാർക്ക് കിട്ടുള്ളൂ, 9ഉം 10ഉം ഞാൻ അവിടെ പഠിച്ചോളാം. ഇതിനെല്ലാം കാരണമായി എന്റെ മിസ്സിനോട് എനിക്ക് നന്ദി പറയാനുള്ളത്, എന്റെ മോൻ ഇവിടെ പഠിച്ചപ്പോ 78% മാർക്കേ കിട്ടുള്ളൂ. പക്ഷെ ഇന്ന് എന്റെ മോൻ അവിടെ നിന്ന് കിട്ടിയ ഗൈഡൻസ് കൊണ്ട് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് മിസ് കാണിച്ചു കൊടുത്തതിന്റെ ആ ഒരു വെളിച്ചത്തിൽ ഇന്ന് എൻ്റെ മകൻ ക്ലാസ് ഫസ്റ്റ് ആണ്. എനിക്കത് കേട്ടപ്പോണ്ടല്ലോ, അങ്ങനെ ഒരെണ്ണം എൻ്റെ മുന്നിൽ വന്ന് രക്ഷപ്പെടുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് അഹോരാത്രമുള്ള എൻ്റെ ഈ പ്രയത്നം.
അധ്യക്ഷത വഹിച്ചത് ആതിര തമ്പി, വാർഡ് കൗൺസിലർ. അമ്മമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, ചിലർക്ക് ഈ മാർക്ക് ലിസ്റ്റ് പുറത്തെടുക്കാൻ നാണക്കേടായിരിക്കും. ഈ മാർക്ക് ലിസ്റ്റ് 10ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് നമ്മുടെ ആയുസ് തീരുന്നത് വരെ നമുക്ക് ഓരോ ആവശ്യങ്ങൾക്കും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ ഒരു മാർക്ക് ലിസ്റ്റ് വേണ്ടതായിട്ട് വരും. നമ്മൾ എവിടെ പഠിക്കാൻ പോകുന്നു എപ്പോഴും ഈ ഒരു മാർക്ക് ലിസ്റ്റാണ് അവർ നോക്കണത്. ഇപ്പൊ നിങ്ങൾ +2 ചെല്ലുമ്പോ കൂട്ടുകാർ ചോദിക്കും എത്ര A+ ഉണ്ട്. അതേ നിങ്ങൾ ഡിഗ്രി ചെല്ലും, നമ്മുടെ ഈ മാർക്ക് ലിസ്റ്റ് അവിടെ ചോദിക്കും. നിങ്ങൾ വിചാരിക്കും 10ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് ആരെങ്കിലും ചോദിക്കുമോ, കാണോ? നിങ്ങൾക്ക് നല്ലൊരു മാർക്കില്ലെങ്കിൽ നമുക്ക് നാണക്കേടായിരിക്കും. അവർക്ക് എല്ലാവർക്കും A+ ഉണ്ട്, 90% ഉണ്ട്, നമുക്ക് മാത്രം ഇല്ല. നിങ്ങൾ അതും കഴിഞ്ഞ് PGയിലോട്ട് ചെല്ലുമ്പോൾ അവിടെയും ചോദിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ B.Edോ അതുപോലെ എന്തെങ്കിലും കരിയർ കോഴ്സോ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെയും ഇത് ചോദിക്കും. അപ്പോ ഇനി വരും തലമുറ ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞ പിള്ളേരല്ല, അതിലും താഴെയുള്ള ക്ലാസ്സുകളിലുള്ള പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മള് നല്ല രീതിക്ക് പഠിക്കുക. മുൻ വാർഡ് കൗൺസിലർ ഖാദർ കുഞ്ഞിക്ക. ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും വളരെയധികം ഉയർന്ന മാർക്കോടുകൂടി പാസ്സായി പല കൊല്ലങ്ങളിലായി, ഏകദേശം 5 കൊല്ലം ഞാൻ കൗൺസിലായിരുന്ന സമയത്തും ഇതേപോലെ അവാർഡ് ദാനങ്ങളും മറ്റും നിരവധി കുട്ടികൾ 80% മുകളിൽ മാർക്ക് വാങ്ങി ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോയിട്ടുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ ടീച്ചർ ഇതിനുവേണ്ടി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയും ആത്മാർത്ഥമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ബ്രൈറ്റ് ബ്ലൂ ട്രേഡിംഗ് കോർപ്പറേഷൻ CMD മിസ്റ്റർ VK ഫൈസൽ. എല്ലാ കുട്ടികളിലും കാണുന്ന ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹാപ്പിനെസ്. ഇപ്പൊ ടൂറിന്റെ വിഷയം പറഞ്ഞാൽ മക്കൾക്ക് ഉണ്ടാകുന്ന ഹാപ്പിനെസ് അറിയാലോ. ടൂർ എന്ന് പറഞ്ഞാൽ പിന്നെ മക്കൾ എന്താണ്, നമ്മളൊന്നും വേണ്ട, സാധാരണ പഠിക്കാൻ വേണ്ടി 4 മണിക്കോ 5 മണിക്കോ വിളിച്ചാ തലയാടിയേറി നമുക്ക് കിട്ടും. ടൂർ എന്ന് പറഞ്ഞാൽ 3:30 മണിക്ക് എന്നൊക്കെ പറഞ്ഞാൽ 3 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ആവശ്യം ഹാപ്പിനെസ് ആണ്. ഇതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. ഈ ഹാപ്പിനെസ് എന്താണ് അവർക്ക് ഇങ്ങനെ വരുന്നത്? അത് പഠിക്കണം. ഇങ്ങനെ ഹാപ്പിനെസ് വരാൻ കാരണം മക്കളിലുള്ള ചില ഹോർമോൺ വ്യതിയാനങ്ങളാണ്. ഇത് മനസ്സിലാക്കി അവരെ നേരായ വഴിക്ക് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അവർ മേൽപ്പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ പോയി പെട്ടുപോകും. ആയതുകൊണ്ട് നമ്മുടെ മക്കളുടെ ചലനങ്ങളും അവരെ ബന്ധങ്ങളും, അവർ കൂട്ടുകാർ, അവരാരോടെല്ലാം സംസാരിക്കുന്നുണ്ട്, എവിടെയെല്ലാം പോകുന്നുണ്ട്, ഇതൊക്കെ നമ്മൊന്ന് വാച്ച് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ എന്തെങ്കിലും വിപത്തിപ്പെട്ടു പോയാൽ നമുക്ക് അവരെ കരകയറ്റാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചത് സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ ഇക്ബാൽ കുനിശ്ശേരി. ഒരു വീടിന് ഫൗണ്ടേഷൻ ഇടുന്നത് പോലെ ഒരു ബേസിക് ഫൗണ്ടേഷൻ മാത്രമേ ഇവിടെ ആകുന്നുള്ളൂ. SSLC +2 എന്നത് ഏറ്റവും ഉയർന്ന ഒരു വിദ്യാഭ്യാസമല്ല. അതിനപ്പുറത്തേക്ക് ഡിഗ്രി എടുക്കേണ്ടതുണ്ട്, PG എടുക്കേണ്ടതുണ്ട്. ഓരോ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് മുന്നേറ്റ് പോകേണ്ടതുണ്ട്. അതിലേക്കുള്ള ആദ്യ ചുവടുപടി എന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു SSLCയും +2നെയും കാണേണ്ടത്. അപ്പൊ ഈ കിട്ടുന്ന ഒരു അംഗീകാരം നിങ്ങളുടെ മുന്നോട്ടുള്ള കുതിപ്പിന് ഒരു ഊർജം എന്നോണം വലിയൊരു പ്രോത്സാഹനമായി മാറേണ്ടതുണ്ട്. ആ പ്രോത്സാഹനത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിലേക്ക് കൈ ചൂണ്ടുക എന്നൊരു കർത്തവ്യം മാത്രമാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ SB അക്കാദമി, അതിനോടൊപ്പം ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ബ്രൈറ്റ് ബ്ലൂ ട്രേഡിംഗ് കോർപ്പറേഷൻ എന്ന ഒരു പ്രമുഖ FMCG കമ്പനിയുടെ പാർട്ടിസിപ്പേഷനോടുകൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ പ്രിയപ്പെട്ട ശ്രീമതി ഉമാ തോമസ് MLA അവർകൾക്കും ആദരവ് നടക്കുകയുണ്ടായി. പ്രസ്തുത ചടങ്ങിൽ തന്നെ ബ്രൈറ്റ് ബ്ലൂ ട്രേഡിംഗ് കോർപ്പറേഷൻ മിസ്റ്റർ VK ഫൈസൽ അവർകൾ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ ബ്രൈറ്റ് ബ്ലൂ ട്രേഡിംഗ് കോർപ്പറേഷൻ MX3 ഡിഷ് വാഷ് 24 ഫ്രാഗ്രൻസ് എന്ന കാറ്റഗറിയിൽ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് അംഗീകാരം നേടിയിരിക്കുകയാണ്. പ്രസ്തുത ചടങ്ങിൽ MLA ഉമാ തോമസ് അവർകളിൽ നിന്നും മിസ്റ്റർ VK ഫൈസൽ അവർകൾ അവാർഡ് ഏറ്റുവാങ്ങുകയുണ്ടായി. അവാർഡിന് അർഹനായ വിദ്യാർത്ഥിനികളുടെ മാതാപിതാക്കളും മറ്റു കുടുംബാംഗങ്ങളും പങ്കെടുത്തു. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ടീച്ചറും പറയുന്നു നമ്മൾ പേരൻസിന്റെ സൈഡിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആസ് എ പേരൻറ്റ്
നമ്മൾ ശരി നമ്മൾ നമ്മുടെ കുട്ടികൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മൊബൈൽ ഫോണ്, കാരണം ഇപ്പം എല്ലാം മൊബൈൽ ഫോണിലാണല്ലോ. ഒരു നോട്ട് എടുക്കണമെങ്കിൽ പോലും നമ്മൾ മൊബൈൽ എടുത്തേ പറ്റുള്ളൂ. അപ്പം അത് നമുക്ക് അവോയ്ഡ് ചെയ്യാനൊന്നും, എന്നെ സംബന്ധിച്ച് എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ലത്. കുട്ടികൾ കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ കൊടുക്കാതിരിക്കാം. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുക, നമ്മുടെ കുട്ടികൾ മിസ്യൂസ് ചെയ്യാതിരിക്കുക, അത് മാത്രമേ എനിക്ക് അതിനകത്ത് നോക്കാനുള്ളൂ. മൂത്താള് +2 കഴിഞ്ഞു, ഇളയാള് ഇപ്പം 10th-ലെയാണ്. മിസ്സിനെ പോലെ ഞങ്ങൾ ഇതുവരെ ഏത് മിസ്സിനെയും ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഞങ്ങൾ തമിഴ്നാട്ടിലെ ഇതുപോലെ ട്യൂഷൻ മിസ്സൊക്കെ ഉണ്ട്, പക്ഷെ ഇതുപോലെ കണ്ടിട്ടേ ഇല്ല. എന്താന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെന്ന് വെച്ചാൽ തമിഴ് മീഡിയവും ഇംഗ്ലീഷ് മീഡിയം മാത്രമേ ഉള്ളൂ. മലയാളം ഒട്ടും അറിയത്തില്ലാതിരുന്നു. മിസ്സിൻ്റെ അടുത്ത് ഞങ്ങൾ ഒരു വാക്ക് പറഞ്ഞു, ഞങ്ങളുടെ മക്കളെ എങ്ങനെയാലും പഠിപ്പിച്ചെടുക്കണമെന്ന് പറഞ്ഞു. അപ്പം മിസ് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നിങ്ങളെ പോലെ മക്കളെയാണ് നാം പഠിപ്പിക്കാൻ വേണ്ടിയാണ് നാം പഠിച്ചേക്കണത്, നിങ്ങളെ മക്കളെ നാം പഠിപ്പിക്കും, അങ്ങനെ പറഞ്ഞു. പക്ഷെ എൻ്റെ മോള് ഇപ്പം നല്ല ഒരു ജയിച്ച് 10th-ലെ നല്ല +1 മാർക്ക് കിട്ടി, എല്ലാ A+ മേടിച്ചായിരുന്നു. ഇപ്പം 12-ലെയും നല്ല മാർക്ക് മേടിച്ച് ഇപ്പം കോയമ്പത്തൂരിലെ ഹിന്ദുസ്ഥാൻ കോളേജിലെ സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിനെല്ലാം കാരണത്തിനും മിസ്സിക്ക് വളരെ നന്ദി പറയുക. നിദാ ഷൗക്കത്ത് നന്ദി പറഞ്ഞ് പരിപാടി അവസാനിച്ചു.